ഇല്ല, ഞാൻ ഇന്ന് ശ്രീനാഥ ക്ഷേത്രത്തിൽ ചെന്ന് തൊഴുതിട്ട് വരുമ്പോഴത്തേക്ക് സാധാരണ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ജോലി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം. ഇന്ന് ഞാൻ ഇങ്ങനെ വന്നപ്പോൾ 2 വയസ്സായ ആൾക്കാർ ഇരിക്കുകയാണ്. അവർ എന്നിട്ട് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക, എന്നെ കാണുന്നത് ഡെയിലി കൈ കാണിക്കുന്ന ഒരാളാണ്, വയസ്സായ ഒരാൾ അവിടെ ഇരിക്കുക. ഞാൻ ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്ക് പുള്ളിയുടെ അടുത്ത് ശാന്തി കവടത്തിലെ ഇലക്ട്രിക്കലിൻ്റെ മെയിൻ ആളാണത് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് കേട്ടു. അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് നിന്ന് സംസാരിച്ചപ്പോൾ ഈ വയസ്സായ ആളാണ്, ഭവ്യതയോടെയാണ് എൻ്റെ അടുത്ത് സംസാരിച്ചതും കാര്യങ്ങൾ. അപ്പോൾ പുള്ളി ഒരു ബഹുമാനത്തോടെ കണ്ടതുകൊണ്ടാണ്. അപ്പോൾ അത് അല്ലെങ്കിൽ ഇതൊന്നും പറഞ്ഞിട്ട് പരിചയപ്പെടുത്തല്ല, രഹസ്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, എൻ്റെ അടുത്ത ആളാണ്. അത് നമ്മളെന്ത് വിചാരിക്കുന്നത് ചിന്തിച്ചിട്ടാവാം. ഞാൻ അഭിമാനത്തോടെ പറയുന്നത് ഞാനിത് ഈ ഫീൽഡിൽ ഹാപ്പിയാണ്. അതുമായിട്ട് ഇപ്പം ഇവിടെ നിന്നുള്ളതല്ല, കേരളത്തിനകത്ത് പലയിടത്തും ഉണ്ട് എല്ലായിടവും. ഇപ്പം ഈ കോവിഡ് സമയത്തായിരുന്നാലും ശരി, ഒരു 3400ഓളം ബോഡി ശാന്തി കവടത്തിൽ ദഹിപ്പിച്ചിട്ടുണ്ട്. 3400ഓളം ബോഡി. അതുപോലെ തന്നെ കിളിമാനൂരുണ്ട്, മറ്റു സ്ഥലങ്ങളിലെല്ലാം ഇതിനെല്ലാം ഞാൻ നേതൃത്വം കൊടുത്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അന്ന് രാവിലെ 8 മണിക്ക് ഡ്യൂട്ടി കയറി 12 മണി വരെയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. വേറെ ഒന്നും മോചിച്ചിട്ടല്ല. കാര്യം നമ്മളൊരു അതുവരെ ജീവിച്ചത് ഇതാണ്. ഇപ്പോൾ ഒരു നിർണയ ഘട്ടം വരുമ്പോൾ നമ്മൾ മാറിയിക്കുക എന്ന് പറയാൻ പാടില്ല. അതുകൊണ്ട് കോർപ്പറേഷനും അറിയാതെ അവരെല്ലാം നമ്മളെ ആ സമയത്ത് സത്യമായിട്ട് പേടിച്ചിട്ടില്ല. എന്തെന്നറിയോ, ഞാൻ അപ്പോൾ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. പേടിച്ചിട്ട് കാര്യമില്ല, നമ്മൾ അതുവരെ നിന്ന ഒരു ഫീൽഡാണ്. അവിടെ ആ ഒരു നിർണായക ഘട്ടം സമൂഹത്തിന് വരുമ്പോഴത്തേക്ക് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട ഒരു ഇതായിട്ടാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത്. കാര്യം നമ്മൾ ഇതുകൊണ്ടാണ് ജീവിക്കേണ്ടത്. ഇത് നമുക്ക് എന്താണെന്നറിയോ, ഇപ്പം നമ്മൾ മാറി നിൽക്കുകയാണെങ്കിൽ അത് ചെയ്യാൻ വേറെ ആൾ വരും.